ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉയർന്നിരുന്നു. അതിനുശേഷം ഈ UGC നെറ്റ് പരീക്ഷ ഇതെല്ലാം റദ്ദാക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നടത്താനിരുന്ന നീറ്റ് PG പരീക്ഷ അവസാന നിമിഷമാണ് മാറ്റിവെച്ചത്. ചോദ്യപേപ്പർ ചോർന്നുവെന്ന സംശയത്തെ തുടർന്ന് തട്ടിപ്പുകാർ വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ടതായും ഒക്കെ വിവരം ലഭിച്ചതിന്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നത്. പരീക്ഷാ ബോർഡ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിനിടെ ഗ്രേസ് മാർക്ക് നൽകിയ 1563 വിദ്യാർത്ഥികൾക്കുള്ള നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. മെഡിക്കൽ പരീക്ഷാ ബോർഡിലെ ഉദ്യോഗസ്ഥർ സമൂഹമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നീറ്റ് PG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി സംശയമുണ്ടായത്. തട്ടിപ്പുകാർ വൻ തുക ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ടതായി കണ്ടെത്തി. ടെലഗ്രാമിലൂടെയാണ് ആശയവിനിമയം നടത്തിയത്. ക്രമക്കേടിന് സാധ്യത തിരിച്ചറിഞ്ഞതോടെ പരീക്ഷാ ബോർഡ് പോലീസിൽ പരാതി നൽകി. പരീക്ഷ മാറ്റിവെച്ചതായി ഇന്നലെ രാത്രിയാണ് അറിയിച്ചത്. അതിനിടെ നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ മഹാരാഷ്ട്ര ATS 2 അധ്യാപകരെ കസ്റ്റഡിയിലെടുത്തു. പരീക്ഷാ ക്രമക്കേടിൽ രാജ്യത്ത് വ്യാപക പ്രതിഷേധം തുടരുകയാണ്. നീറ്റ് പുനഃപരീക്ഷ ആവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധിച്ചു. आपने नेट का एग्जाम कैंसिल किया क्योंकि आपको लगा कि गलतियां हुई हैं, और वही NTA जो है नीट का एग्जाम कराया तो उसमें गलतियां नहीं हुई हैं, उसकी गलतियां आपको साफ साफ दिख रही हैं. आपने उस पर एक्शन क्यों नहीं लिया? हम लोगों को सुप्रीम कोर्ट तक जाना पड़ा, आपने पहले एक्शन क्यों नहीं लिया? अब आप एक्शन ले लीजिए क्योंकि आपको पता है कि जो नेट का एग्जाम देते हैं वो ग्रेजुएट बच्चे होते हैं. ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 വിദ്യാർത്ഥികൾക്ക് സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഇന്ന് പുനഃപരീക്ഷ നടത്തും. ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ചണ്ഡിഗഡ്, മേഘാലയ എന്നിവിടങ്ങളിലെ 7 കേന്ദ്രങ്ങളിലാണ് വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതുക. NTA-യുടെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരിക്കും പരീക്ഷ. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഈ അവസരത്തിൽ ഉയരുന്നത്. പരീക്ഷാ ക്രമക്കേടിൽ നീതി വേണമെന്നാവശ്യപ്പെട്ടുള്ള തെരുവുകളിലെ പ്രതിഷേധവും കെട്ടടങ്ങുന്നില്ല. ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം R. അച്യുതൻ, 24 ഡൽഹി.